കനത്ത തോൽവിയുടെ ആഘാതം വിട്ടുമാറാതെ CPM-ഉം LDF-ഉം നാളെ ചേരുന്ന CPM നേതൃയോഗങ്ങളിൽ പരാജയം ഇഴകേറി പരിശോധിക്കും. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് തന്നെ MV ഗോവിന്ദ മാസ്റ്റർക്കെതിരെ ചില ഫ്ലക്സ് ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ട സാഹചര്യം ഉണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം. ഇപ്പോൾ ഇന്ന് പി ജയരാജൻ ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും പി ജയരാജൻ്റെ ചില ഒളിയമ്പുകളൊക്കെ ഇതിലുണ്ട്. CPI-യിലും നേതൃമാറ്റം ആവശ്യം ശക്തമാകുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്ന രീതിയിൽ ചില വികാരം ശക്തമാകുന്നുവെന്നും ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസിത സഗീർ, ഒരുപക്ഷെ CPM-ന് ഇതൊരു ലെസണായി മാറുമോ? AK ആന്റണി ഇന്ന് ഉപദേശിക്കുന്നതായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് വരെ പാഠമാകണമെന്ന് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് ഇത് അപ്രതീക്ഷിതമായിരുന്നു എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാത്രം വിലയിരുത്തിയായിരുന്നെങ്കിൽ ഇത്ര വലിയൊരു തോൽവി ഏറ്റുവാങ്ങുമായിരുന്നോ എന്നതിലും എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പോൾ സർക്കാരിനെ മാത്രം വിലയിരുത്തിയാണെങ്കിൽ ഈ തോൽവി അത് ഈ ആഴത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്നും തോന്നുന്നില്ല. അപ്പോൾ ഇതിന് മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക, അത് തിരുത്തുക, അതിൽ തിരുത്തൽ വരുത്തിയെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഇനി ഇടതുപക്ഷത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് ഇനിയിപ്പോൾ അടുത്ത തവണ വീണ്ടും പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഇപ്പോൾ പല ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഈ സാഹചര്യത്തിൽ ചില തീരുമാനങ്ങളിൽ തെറ്റുണ്ടായി, ചില നയങ്ങളിൽ തെറ്റുണ്ടായി, ചില വ്യക്തി കേന്ദ്രീകൃതമായ തീരുമാനങ്ങൾ അത് തെറ്റിപ്പോയി എന്നൊക്കെയുള്ള നിലയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുക, ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ മുൻപ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ വിഷയത്തിൽ കാണുകയാണ്. അടിയന്തരമായി തന്നെ ഒരു ഉണർവുണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലായിക്കോട്ടെ, സംഘടനാ സംവിധാനത്തിലായിക്കോട്ടെ, എല്ലാ നിലയിലും. പക്ഷേ സംഘടനാ തലത്തിൽ അത്ര പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഒരു രീതി അതല്ല. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളെയൊക്കെ ആദ്യം ഐക്യത്തോടെ ചേർത്ത് നിർത്തുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് ഉതകുന്ന നിലയിലുള്ള ഇടപെടലുകൾ എത്രയും വേഗം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. പിന്നെ ഈ CPM-ന്റെ ആയിക്കോട്ടെ, ഇടതു പ്രസ്ഥാനങ്ങളുടെ ആയിക്കോട്ടെ, ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ നിലയിൽ പല കോണുകളിൽ നിന്നും ആക്രമിക്കപ്പെടുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ, ചിതറിത്തെറിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ ഇവർ വളരെ വേഗം, ഇതൊരു കേഡർ സംവിധാനം ആയതുകൊണ്ട് തന്നെ വളരെ വേഗം ഒരു ഐക്യമെന്ന വികാരത്തിലേക്ക് എത്തുകയും നമുക്കുള്ളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം എന്നൊരു പൊതു ഫീലിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഈ സാഹചര്യത്തിലും അങ്ങനെയൊന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ലീഡർഷിപ്പ് എന്താണ്, അവരെടുക്കുന്ന തീരുമാനം എന്താണെന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ ഇന്നലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ പാലക്കാട്ടടക്കം പാർട്ടി ഓഫീസിലേക്ക് പോലീസുകാരൊക്കെ എത്തുമ്പോൾ അവിടെ ഒരു നേതാവ് മുണ്ടും മടക്കി കുത്തി പോലീസുകാരെ തടയുന്നൊരു ദൃശ്യം, ഇപ്പോൾ അത് വലിയ നിലയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ CPM അണികൾക്കിടയിൽ മാത്രമായിരിക്കും. പക്ഷേ അത്തരം ദൃശ്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം തകർന്നു പോയിട്ടില്ല. സംഘടനാ സംവിധാനം വളരെ നല്ല നിലയിൽ തിരിച്ചു വരണം എന്നത് അവർക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം അതൊന്നും ചെറുതാകില്ല. ഈ നേതാവായിരിക്കുമ്പോൾ അണികളുടെ വികാരം അറിയാനും, അണിയായിരിക്കുമ്പോൾ നേതാവിനെ പോലെ ഉയർന്നു പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സംവിധാനം അത് അവിഭാജ്യമാണ്. അതുണ്ടാകണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി തോൽവി കൊണ്ട് ഇപ്പോൾ പല നിലയിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഉണ്ടാകുന്നു എന്നതിനപ്പുറം വലിയ നിലയിൽ ഇടതു പാർട്ടികളുടെ ഭാവി എന്ത് എന്നതോ അല്ലെങ്കിൽ ഒരു തകർച്ചയിലേക്ക് പോകുന്നു എന്നതോ ആ നിലയിൽ ഒരു വിലയിരുത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നുമില്ല. മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ ഒരു സീറ്റിന്റെങ്കിലും മാർജിനിൽ അധികാരത്തിലേക്ക് വരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ഈ അസംതൃപ്തർ അല്ലെങ്കിൽ ഈ നിലയിൽ തെറ്റായി പോയി എന്നുള്ള തോന്നലുകൾ, അതിപ്പോൾ ഒരു സീറ്റിന്റെ മാർജിൻ ആണെങ്കിലും കഴിഞ്ഞ തവണ അപേക്ഷിച്ച് വലിയ കുറവുണ്ടാകുമ്പോൾ പോലും ഇങ്ങനെ ചില തിരുത്തൽ ശക്തികൾ പൊതുമധ്യത്തിൽ ഇറങ്ങി വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതേ ആളുകളാണ് കഴിഞ്ഞ 10 വർഷം ഈ പറയുന്ന പിണറായി വിജയനെ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനാ സംവിധാനം എടുത്ത തീരുമാനങ്ങളെ, ഈ സർക്കാർ എടുത്ത തീരുമാനങ്ങളെയൊക്കെ മാസ് BGM ഇട്ട് ഇതേ സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ ആഘോഷിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്ര കാലം തിരുത്തണമെന്ന് ഇവർക്ക് ആർക്കും തോന്നിയില്ലേ? അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അത് ആരുടെയെങ്കിലും ഒക്കെ തലയിൽ, ഒരാളുടെയൊക്കെ തലയിൽ കെട്ടിവെച്ച് ബാക്കി എല്ലാവരും തിരുത്തൽ ശക്തിയായി മാറുന്നു എന്നതും ഒരു നല്ല പ്രവണതയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.